ജൂൺ 15 ദുബായ് വാർത്തയുടെ നൈറ്റ് അപ്ഡേറ്റ്സിലേക്ക് സ്വാഗതം. ഇന്ന് ആദ്യമേ തന്നെ ഒരു കാര്യം പറയുന്നു. കേരളത്തിൽ ആലപ്പുഴ അമ്പലപ്പുഴയിൽ ജനിച്ചു വളർന്ന നമ്മളെപ്പോലെ എല്ലാ സാധാരണ പ്രവാസിയും പോലെ ജീവിതം കരുപ്പിടിപ്പിക്കാൻ വേണ്ടി ഗൾഫിലേക്ക് ചേക്കേറിയ ഒരു മലയാളി, ഒരു സാധാരണക്കാരൻ, അദ്ദേഹം ഇന്ന് സൃഷ്ടിച്ചിരിക്കുന്ന വലിയൊരു ദൗത്യത്തിന്റെ മാതൃകയുണ്ട്. അദ്ദേഹം ഇന്ന് ഒരുപാട് ജീവനക്കാരെ നയിക്കുന്ന വലിയൊരു കമ്പനിയുടെ ഗ്രൂപ്പിന്റെ ഉടമയായി മാറിയപ്പോൾ സാധാരണക്കാരന്റെ പട്ടിണിയും പ്രശ്നങ്ങളും എന്താണെന്ന് മനസ്സിലാക്കി കഴിഞ്ഞ ദിവസം എടുത്തൊരു അനുയോജ്യമായ തീരുമാനം പുതിയൊരു ചരിത്രം, ഇതിഹാസം രചിക്കുകയാണ്. ചുരുക്കി പറഞ്ഞാൽ അദ്ദേഹത്തിന്റെ സ്ഥാപനത്തിലെ 120 ജീവനക്കാരെ നാട്ടിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടി ചാർട്ടേഡ് ഫ്ലൈറ്റ് ക്രമീകരിച്ച കൂട്ടത്തിൽ യാതൊരു ഗതിയുമില്ല നാട്ടിൽ പോകാനെന്ന് പറഞ്ഞ് ബുദ്ധിമുട്ട് നിൽക്കുന്ന 48 പേരെ പെട്ടെന്ന് തന്നെ അതിൽ കയറ്റിക്കൊണ്ടു പോകാൻ വേണ്ടി സാമൂഹിക പ്രവർത്തകർ പറഞ്ഞപ്പോൾ അദ്ദേഹം അത് അംഗീകരിക്കുകയും തുറന്ന മനസ്സോടുകൂടി സ്വീകരിച്ച് 48 പേരെയും നാട്ടിൽ കൊണ്ടുപോവുകയും അവരവരുടെ വാസസ്ഥാനങ്ങളിലാക്കാൻ വേണ്ടി ബസ്സും യാത്രാ ചാർജും ടാക്സിയും ഒക്കെ കൊടുത്ത് സംവിധാനം ഏർപ്പെടുത്തുകയും ചെയ്ത ആ മലയാളിയെ ഈ രാത്രി നമ്മൾ അറിയണം. എലൈറ്റ് ഗ്രൂപ്പിന്റെ ഉടമ മിസ്റ്റർ ആർ ഹരികുമാർ, അദ്ദേഹം നമ്മോടൊപ്പം ചേരുകയാണ്. ഹലോ, ഗുഡ് ഈവനിങ് സർ. വളരെ മാതൃകാപരമായിട്ടുള്ള ഒരു പുതിയ ചരിത്രമാണ്. ഒരു ചാർട്ടേഡ് ഫ്ലൈറ്റിൽ ജീവനക്കാരെ കൊണ്ടുപോവുക, ഇവിടെ കമ്പനി നടത്തുന്ന ആളുകളൊക്കെ ഉദ്ദേശിക്കുന്നതാണ്, പലരും കൊണ്ടുപോകുന്നു. പക്ഷേ താങ്കൾ ചെയ്തത് 48 പേർക്ക് വേറെ ഒരു തുണയില്ല എന്നുറപ്പായ 48 പേരെ കൂടി കയറ്റിക്കൊണ്ടു പോയല്ലോ. അതിന് ആദ്യമേ തന്നെ ഞങ്ങൾ അഭിനന്ദനം അറിയിക്കുന്നു, നന്ദി അറിയിക്കുന്നു. ഇങ്ങനെയുള്ള മനസാക്ഷിയുള്ള മനുഷ്യർ നമ്മുടെ കൂട്ടത്തിലുണ്ടെങ്കിൽ നമുക്ക് ഒരു വൈറസിനെയും ഭയക്കേണ്ടതില്ല എന്നൊരു സന്ദേശം കൂടി തരികയാണ്. അങ്ങേക്ക് എപ്പോഴാണ് ഇങ്ങനെ തോന്നിയത് ഈ 48 പേരെ കൂടി കൊണ്ടുപോകണമല്ലോ എന്ന്? 48 പേരെ കൊണ്ടുപോകാൻ വേണ്ടിയല്ല ആക്ച്വലി ഞാൻ ഈ അറേഞ്ച്മെന്റ് ചെയ്തത്. അതെ, സ്റ്റാഫിന് വേണ്ടി ആദ്യം അല്ലേ? അതെ, എന്റെ സ്റ്റാഫിനെ കൊണ്ടുപോകുന്ന ഒരു കമ്മിറ്റ്മെന്റ് എനിക്കുണ്ടായിരുന്നു. അവർക്ക് ഏതെങ്കിലും ആൾക്കാർക്ക് നാട്ടിൽ പോകേണ്ട ഒരു സിറ്റുവേഷൻ വന്നാൽ തീർച്ചയായിട്ടും അവരെ അവിടെ എത്തിക്കാൻ പറ്റുന്ന ഏതെങ്കിലും വിധത്തിൽ ഒരു ചാൻസ് ഉണ്ടാക്കി എന്റെ ഇൻഫ്ലുവൻസ് വെച്ചിട്ടോ അല്ലെങ്കിൽ എനിക്കറിയുന്ന രീതിയിൽ ഒരു ചാർട്ടർ ഫ്ലൈറ്റ് കൊണ്ടുവന്നിട്ടോ ആൾക്കാരെ അങ്ങനെ ബുദ്ധിമുട്ടുള്ള ഒരു സിറ്റുവേഷൻ തീർച്ചയായിട്ടും നാട്ടിലെത്തിക്കും എന്നതിന്റെ ആരംഭഘട്ടത്തിൽ തന്നെ ഞാൻ എന്റെ ആൾക്കാർക്ക് വാക്കുകൊടുത്തിരുന്നു. അങ്ങനെ ഞാനൊരു 300 പേരുടെ ആപ്ലിക്കേഷൻ ആണ് എനിക്ക് ആദ്യം കിട്ടിയത്. ആ 300 പേർക്ക് വേണ്ടിയാണ് പിന്നെ ഞാൻ കാര്യങ്ങൾ ചെയ്യാനും തീരുമാനിച്ചത്. അവസാനം നമ്മൾ ചാർട്ട് ചെയ്യാനുള്ള ഒരു തീരുമാനമൊക്കെ എടുക്കുമ്പോൾ എത്ര പേര് പോകാനുണ്ടെന്ന് നോക്കുമ്പോൾ ആ പടം എനിക്ക് എല്ലാവരും കൂടെ കിട്ടിയത് 120 പേരാണ്. ബാക്കിയുള്ളവർക്കൊന്നും പോകണ്ട, എല്ലാവരും ഇവിടെ നിൽക്കുകയാണ്, അവർ ഇവിടെയാണ് സേഫ് സാറേ, അവിടെ പോകുന്നതിനേക്കാൾ ഇവിടെ അവിടുത്തെ സിറ്റുവേഷൻ മോശമാണ്, അവിടെ ക്വാറന്റൈൻ ചെയ്യണം, ഇതാണ് ഇവിടെ പ്രശ്നങ്ങളൊന്നുമില്ല പോകുന്നുണ്ട്. അതുകൊണ്ട് അതിനകത്തൊരു 140 പേർക്ക് ഈ കോവിഡ് എനിക്ക് വരികയും ചെയ്തു എന്റെ ആൾക്കാരുടെ കൂട്ടത്തിൽ. അപ്പൊ അവരെയൊക്കെ നമ്മൾ ട്രീറ്റ് ചെയ്ത രീതി, മാറ്റിയ രീതിയൊക്കെ കാണുമ്പോൾ അവർക്ക് മനസ്സിലായി നമ്മൾ ഇവരെ പ്രൊട്ടക്ട് ചെയ്തോളൂ, ഇവിടെ എന്തെങ്കിലും പ്രശ്നം വന്നാലും അവരെ ആശുപത്രി വെച്ചോളും, നാട്ടിൽ കിട്ടുന്നതിനേക്കാൾ കൂടുതൽ ഒരു സംരക്ഷണം അവർക്കിവിടെ കിട്ടും എന്നൊരു തോന്നൽ വന്നതുകൊണ്ടാണ് ഈ 300 പേര് 100 പേരിലോട്ടായിട്ടും 120 പേരിലായിട്ടും. അപ്പൊ ഞാൻ ആദ്യം ബുക്ക് ചെയ്യുന്ന ഫ്ലൈറ്റ് 220 പേർക്ക് പോകാൻ പറ്റുന്ന ഫ്ലൈറ്റാണ് ഞാൻ ആദ്യം ബുക്ക് ചെയ്തത്. അപ്പൊ എനിക്ക് മറ്റുള്ള ആൾക്കാരുമായിട്ടൊന്നും വലിയ കോൺടാക്ട് ആരും എന്നെ ഇതിനകത്ത് പോകുന്നതിനായിട്ട് സമീപിച്ചിരുന്നു വെക്കാം. അപ്പം അതുകൊണ്ട് എന്താ വെച്ചാൽ കഴിഞ്ഞാൽ നമുക്ക് ഇത്ര ആളിനെ കിട്ടുമോ എന്നുള്ളൊരു സംശയം വന്നുകൊണ്ടാണ് ഞാൻ അതിനെ കുറച്ചിട്ട് 168 പാസഞ്ചേഴ്സ് പോകത്തക്ക രീതിയിലുള്ളൊരു ഫ്ലൈറ്റ് ആയിട്ട് അതിനെ കുറയ്ക്കേണ്ടി വന്നത്. പിന്നെ എനിക്ക് മണ്ടത്തരമായി പോയത് തോന്നി. അത് എനിക്ക് ആ പടം ഒരു 10,000-20,000 ദിർഹംസിന് വ്യത്യാസം വരത്തുള്ളായിരുന്നു. ആയിക്കോട്ടെ ഹൈഡ് ബിഗർ എയർക്രാഫ്റ്റ്. പക്ഷെ അതൊരു മണ്ടത്തരമായിട്ട് എനിക്ക് തോന്നി. പക്ഷെ അവസാനം എന്റെ കയ്യിൽ വന്നത് ഒത്തിരി ആൾക്കാരാണ്. അപ്പം അതിനകത്തുനിന്ന് പല സംഘടനകളൊക്കെ തന്നതും എനിക്ക് നേരിട്ട് ഈ പബ്ലിക് ഞാനൊരു അസോസിയേഷനുമായിട്ട് സഹകരിക്കുന്ന ആളല്ല, എനിക്ക് അങ്ങനെ ഒരു പബ്ലിക് കോൺടാക്ട് ഒന്നും ഇല്ല കാരണമാണ് തോന്നുന്നു. എന്നെ അധികം ആൾക്കാർ അറിയുന്ന ഒരാളല്ല. അങ്ങനെ വന്നപ്പോ എനിക്ക് അധികം ആൾക്കാരെ കിട്ടത്തില്ല തോന്നിയിട്ടാണ് ഈ സൈറ്റ് ഡൗൺ ചെയ്തതും. പക്ഷേ ഈ 48 പേരെ എന്റെ അറിയുന്ന സുഹൃത്തുക്കളും എല്ലാവരുടെയും കൂടെ അഡ്വക്കേറ്റ് ആഷിഖിനെ പോലുള്ള ആൾക്കാരെ കൂടെ അഡ്വക്കേറ്റ് ആഷിഖ് ഉണ്ട്, സുധീഷ് ഉണ്ട്, ഫർഹാൻ ഹനീഫ. അതെ. അപ്പോ ഏതായാലും ഈ 48 പേരെ സെലക്ട് ചെയ്ത് അവര് തന്നെയാണ് തന്നത് അല്ലേ? അതെ. അവരെല്ലാം വേറെ കുറെ എനിക്കറിയുന്ന കുറെ നേരിട്ട് വന്നവരുണ്ട്. എല്ലാരും കൂടെ ചേർത്ത് നമ്മൾ ഈ 48 പേരെ സംഘടിപ്പിക്കുകയായിരുന്നു. എന്തുകൊണ്ടത് വ്യത്യസ്തമാകുന്നു? ഫ്ലൈറ്റ് ടേക്ക് ഓഫ് ആകുന്ന ആ സമയങ്ങളായാലാണ് എനിക്ക് മനസ്സിലാകുന്നത് എന്തുമാത്രം ആൾക്കാർ എനിക്ക് അറിയുന്നവരായിട്ടും അല്ലെങ്കിൽ പിന്നെ ഇത് നടക്കത്തില്ല എന്ന് വിചാരിച്ചതിനെ സമീപിക്കാത്തവരായിട്ടും കുറെ അധികം ആൾക്കാർ പിന്നെ സമീപിച്ച് അവരുടെ കഥകൾ കേൾക്കുമ്പോഴാണ് എനിക്ക് മനസ്സിലാകുന്നത് ഞാൻ ആ സൈറ്റ് ഡൗൺ ചെയ്തത് തന്നെ ശരിയല്ല എന്നുള്ളത്. ഇപ്പോ
ഞാൻ ചിന്തിക്കുന്നത് എങ്ങനെയെങ്കിലും കുറെ കൂടെ കാര്യങ്ങൾ ആൾക്കാരെ നാട്ടിലെത്തിക്കാൻ വേണ്ടി എന്റെ അമ്പലപ്പുഴക്കാർ തന്നെ ഒരു 10-30 പേര് തന്നെ വിളിച്ചു. പറഞ്ഞിട്ട് വിളിച്ചു, സാറേ ഞങ്ങളൊക്കെ ഇവിടെ കൽപ്പന വിളിച്ചിട്ട് ഞങ്ങൾ ഇവിടെ ഞങ്ങളെ വിടാത്തെ. അപ്പോ ജസ്റ്റ് ഐ സ്റ്റാർട്ടഡ് തിങ്കിങ് എങ്ങനെയാണ് ഇതിനെ കുറച്ചുകൂടെ ആൾക്കാരെ നാട്ടിലെത്തിക്കാൻ വേണ്ടി ഏത് രീതിയിൽ എനിക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യാൻ പറ്റുന്നതിനെ കുറിച്ചാണ് ഞാനിപ്പോ ചിന്തിച്ചോണ്ടിരിക്കുന്നത്. കാരണം ഗൾഫിന്റെ പല ഭാഗത്തു നിന്നും ഓരോ കമ്പനികൾ അവർക്ക് പറ്റുന്ന വിധത്തിൽ ജീവനക്കാരെ കൊണ്ടുപോകുന്ന ചാർട്ടേഡ് ഫ്ലൈറ്റ് പരിപാടി ആരംഭിക്കുകയും ഇപ്പോൾ നോർത്ത് ഇന്ത്യയിലേക്കൊക്കെ ഒരുപാട് ഫ്ലൈറ്റ് അബുദാബിയിൽ നിന്ന് ആദ്യ ദിവസങ്ങളിൽ പോയി, 9 എണ്ണം പോയി. അതിനുശേഷമാണ് നമ്മൾ അറിയുന്നത്, പോയെന്ന് തന്നെ അറിയുന്നത്. അപ്പോൾ അവരാരും ഒരാളെ അധികം കൊണ്ടുപോയിട്ടില്ല. യാചിച്ച് കേണപേക്ഷിക്കുന്ന ഒരു സിറ്റുവേഷൻ വന്നിട്ടും പല പല നിയമത്തിന്റെ കുരുക്കുകൾ പറഞ്ഞിട്ട് എല്ലാവരും ബ്ലോക്ക് ചെയ്യേണ്ടി വന്നു. പക്ഷെ അപൂർവങ്ങളിൽ അപൂർവമായി 1 or 2 ഒക്കെ പോയിട്ടുണ്ട്. ഇത്രയും പേരെ കൊണ്ടുപോയി എന്നുള്ളിടത്താണ് സാർ ഒരു പുതിയ ചരിത്രം രചിച്ചു എന്ന് നമ്മൾ പറയുന്നതും അവകാശപ്പെടുന്നതും അഭിനന്ദിക്കുന്നതും. ഒരു അമ്പലപ്പുഴയിൽ ഒരു കർഷകന്റെ അല്ലെങ്കിൽ ഒരു സ്വാതന്ത്ര്യ സമര സേനാനിയുടെ എന്നൊക്കെ പറയാവുന്ന വിധത്തിൽ ഒരു പിതാവിന്റെ മകനായി ജനിച്ച് സൗദി അറേബ്യയിലേക്ക് പോയില്ലേ. സാധാരണ ഒരുപാട് വെല്ലുവിളികൾ നിറഞ്ഞൊരു ജീവിതം ഉണ്ടായിരുന്നു എന്ന് കേട്ടിട്ടുണ്ട്. അതെ അതെ അതെ, ഞാൻ സൗദി അറേബ്യയിലേക്ക് ചെല്ലുന്ന സമയത്ത് എനിക്ക് ഉണ്ടായിരിക്കുന്ന കഷ്ടപ്പാടുകൾ, പക്ഷെ ഞാൻ രാജ്യത്ത് ഉറച്ചു നിന്നു. ഒരു 5-8 മാസം ഞാൻ കഷ്ടപ്പെട്ടിട്ടുണ്ട്. അതിനുശേഷം ഞാൻ എന്റെ ഇപ്പൊ എവിടെ ഫീൽഡിലാണോ ഞാൻ നിൽക്കുന്ന ആ ഫീൽഡിലുള്ള ഒരു കമ്പനി തുടങ്ങിയ ഒരു കമ്പനി അലിക്കോ എന്ന് പറയുന്ന ഒരു കമ്പനി ഞാൻ ജോയിൻ ചെയ്തു. അവിടെ സാധാരണ ഓപ്പറേറ്റർ ആയിട്ടാണ് ഞാൻ ജോയിൻ ചെയ്തത്. അവിടുത്തെ ക്വാളിറ്റി കൺട്രോൾ മാനേജർ ആയിട്ടാണ് ഞാൻ 20 കൊല്ലം കമ്പനിക്ക് വേണ്ടി ജോലി ചെയ്തു. ഞാൻ അവിടെ വിട്ട് ഇവിടെ ദുബൈയിലോട്ട് വന്നത്. ഓക്കെ, ഏതായാലും ആഗ്രഹിച്ചതൊക്കെ നേടുകയും ഇങ്ങനെ ആഗ്രഹിക്കുന്നവർക്ക് ആ സ്വപ്നം സാക്ഷാത്കരിക്കാൻ വേണ്ടി അവസരം കൊടുക്കുകയൊക്കെ ചെയ്യുന്ന ഈ ജീവിതപാത തുടരട്ടെ ഞങ്ങൾ ആശംസിക്കുന്നു. ഒപ്പം ഒരു കാര്യം കൂടി, ഞങ്ങൾക്ക് 100 കണക്കിന് എൻക്വയറിയാണ് ഞങ്ങളുടെ ഇൻബോക്സിലേക്ക് എല്ലാ ദിവസവും മറ്റൊരു തുണയുമില്ലാത്ത ആളുകളുടേത് വരുന്നത്. എന്തെങ്കിലും അങ്ങേക്ക് അങ്ങനെയുള്ളവരിൽ ഏതാനും പേർക്കെങ്കിലും എന്തെങ്കിലും കാര്യം ചെയ്തു കൊടുക്കാൻ ഈ യാത്രയുമായി ബന്ധപ്പെട്ട് പറ്റുമെങ്കിൽ അത് ദുബായ് വാർത്ത എന്ന മീഡിയയ്ക്ക് വലിയൊരു കാര്യമായി മാറുകയാണ്. അങ്ങേക്ക് എന്തെങ്കിലും അക്കാര്യത്തിൽ പറയാനുണ്ടോ? തീർച്ചയായിട്ടും ഞാൻ പിന്നെ ഒരു 2-3 ദിവസത്തിലുള്ള എന്റെ ഫർദർ പരിപാടി തീർച്ചയായിട്ടും നിങ്ങൾ തന്നെ വിളിച്ചറിയിക്കും. ഓക്കെ, ഏതാണ്ട് ഡെഫിനറ്റ്ലി കുറച്ച് നല്ല ക്വാളിറ്റി ആൾക്കാരെ നാട്ടിലെത്തിക്കാൻ വേണ്ടുന്ന എല്ലാ എന്റെ സുഹൃത്തുക്കളോടും എന്റെ സപ്ലൈസിനോടൊപ്പം ഞാൻ സംസാരിക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. അത്ര ഒരു മാനസിക സംഘർഷം ഇന്ന് എനിക്ക് ഉണ്ടായിട്ടുണ്ട്. അത് തീർച്ചയായിട്ടും എന്നെ കൊണ്ട് പറ്റുന്ന രീതിയിൽ ചെയ്യാൻ പറ്റുന്ന രീതിയിൽ ഞാൻ ചെയ്യും. അതിന് യാതൊരു സംശയം വേണ്ട. അത് ഡെഫിനറ്റ്ലി നിങ്ങളുടെ ആൾക്കാരെ ഉൾപ്പെടുത്തും. അതിന് യാതൊരു സംശയം വേണ്ട. താങ്ക് യു സോ മച്ച്. ഒറ്റ കാര്യം കൂടി, ഒരുപാട് ആളുകൾ ഇപ്പോൾ ഈ ഒരു അവസ്ഥയിൽ മാനസികമായിട്ട് തകർന്നു നിൽക്കുകയാണ്. സാമ്പത്തികമല്ല ഈ പറയുന്നത്, മാനസികമായിട്ട് ഇനി പ്രതീക്ഷയില്ല. അങ്ങ് ഒരുപാട് ഉത്ഥാന പതനങ്ങൾ, ഉയർച്ചയും താഴ്ചയും കണ്ടതാണ്. അങ്ങേക്ക് എന്താണ് അങ്ങനെയുള്ളവരോട് പറയാനുള്ളത്? നമ്മുടെ ജീവിതത്തിൽ നമ്മൾ കാണിക്കേണ്ടത് ദൃഢനിശ്ചയമാണ്. അവിടെ ജീവിത പരാജയങ്ങൾ നമ്മുടെ കൂടെ ഉണ്ടാവും. അത് വിജയം എന്ന് പറയുന്നത് ദൈവത്തിൽ നിന്നും പരാജയം എന്ന് പറയുന്നത് നമ്മൾ ഉണ്ടാക്കുന്നതുമാണെന്നാണ് എന്റെ വിശ്വാസം. അപ്പോ നമ്മൾ ഈ സിറ്റുവേഷനിൽ നമ്മൾ ഇത് കണ്ട് പകച്ചു നിൽക്കാതെ നമുക്ക് ഏതായിരുന്നാലും ഇതൊരു എന്റെ കാൽക്കുലേഷനിൽ മാക്സിമം 1 മാസം അല്ല 2 മാസത്തിൽ കൂടുതലുള്ളിൽ ഈ രാജ്യത്ത് ഇത് നോർമലൈസ് ആകും. അതിന് യാതൊരു സംശയം വേണ്ട. ഈ എല്ലാ അടഞ്ഞു കിടക്കുന്ന വ്യവസായങ്ങളാണ് ഇത് കണ്ട് പകച്ചു നിൽക്കുന്ന മുതലാളിമാരാണെങ്കിലും എല്ലാവരും തിരിച്ചും വീണ്ടും വേദിയിൽ വരും. അവർ ഇതിനെ തിരിച്ചും നല്ല രീതിയിൽ ഓപ്പറേഷണൽ കണ്ടീഷനിൽ കൊണ്ടുവരും. അവിടെ വേണ്ടത് നമ്മൾ കാണിക്കേണ്ടത് ഒരു എന്താ പറയാ, ഒരു തരം ക്ഷമ അവിടെയാണ് നമ്മളിപ്പോ കാണിക്കേണ്ടത്. അത് ഒരു മാക്സിമം 1 മാസം അല്ലെങ്കിൽ ഒരു 1.5 മാസം അല്ലെങ്കിൽ മാക്സിമം 2 മാസം കൊണ്ട് ഇവിടുത്തെ എല്ലാ സ്ഥിതികളും റെഗുലറൈസ് ആകും, നോർമലൈസ് ആകും എന്നാണ് എന്റെ ഉത്തമമായ വിശ്വാസം. പറിച്ചു നിൽക്കാതെ ഭയപ്പെടാതെ ഏതെങ്കിലും വീട്ടിൽ 1-2 മാസം കഴിഞ്ഞ് കൂടാനുള്ള ഒരു സിറ്റുവേഷനിലോട്ട് നീങ്ങുക. അതിന് നമ്മളെ കണക്കുള്ള ആൾക്കാർക്ക് പറ്റുന്ന എനിക്ക് ഒത്തിരി ഓപ്പർച്യൂണിറ്റികൾ ഇനിയും വരും, ജോബ് ഓപ്പർച്യൂണിറ്റികൾ വരും. ഒത്തിരി പേര് ഇപ്പൊ എന്നെ വിളിക്കുന്നവരുടെ എല്ലാം CV ഞാൻ കളക്ട് ചെയ്യുന്നുണ്ട്. എന്നെ കൊണ്ട് പറ്റുന്ന രീതിയിൽ എവിടെയെങ്കിലും ഒക്കെ ഈവൻ അത് കുറച്ച് അധികം ചെലവായിട്ട് വന്നാൽ തന്നെ അവരെ നമ്മൾ കൺസിഡർ ചെയ്യാവുന്നിടത്തോളം കൺസിഡർ ചെയ്യും. ഇപ്പോൾ നാട്ടുഭാഷയിൽ പറഞ്ഞാൽ അങ്ങയുടെ നാവ് പൊന്നാകട്ടെ എന്ന് ആശംസിക്കാനാണ് ഞങ്ങൾക്ക് താല്പര്യം. അത്രയും നല്ലതായി വരട്ടെ. പറഞ്ഞ പോലെ 1-2 മാസങ്ങൾക്കുള്ളിൽ നമ്മൾ സമ്പൂർണ്ണ റിക്കവറി നേടി ഈ രാജ്യം ശക്തമായി മുന്നോട്ട് പോകുന്ന സാഹചര്യമാകട്ടെ. ഏതായിരുന്നാലും കഴിഞ്ഞ 2 മാസത്തിന് മുമ്പുള്ള സിറ്റുവേഷൻ ഇപ്പം ഇവിടെ ഇല്ല എന്നുള്ളത് നമുക്ക് വ്യക്തമായിട്ടുള്ള ഒരു കാര്യമാണ്. പീപ്പിൾ ആർ ഗെറ്റിംഗ് ഇറ്റ് സെറ്റിൽ, മനസ്സിലായില്ലേ? പിന്നെ പെട്ടെന്നുണ്ടായ ഒരു സംഭവമാണ്, ലോകത്ത് ഇതുവരെ ആരും കണ്ടിട്ടില്ലാത്ത ഒരു അവസ്ഥയാണ്. അതിനെ ഒന്ന് സെറ്റിൽ ചെയ്യാൻ ആര് വിചാരിച്ചാലും ആളെപ്പെട്ട് നടക്കുന്ന കാര്യമല്ല. ആരും കുറ്റപ്പെടുത്തിയിട്ട് കാര്യമില്ല. ദൈവ നിശ്ചയമാണ്. നമ്മുടെ ജീവിതത്തിൽ വരുന്ന പോലെ എല്ലാവരുടെയും ജീവിതത്തിൽ വന്നിട്ടുണ്ട്. ഒരാളിനെ മാത്രം ബാധിച്ച കാര്യമല്ല, ഒരു രാജ്യത്തെ ബാധിച്ചല്ല, ലോകം മുഴുവൻ വന്നിരിക്കുന്ന ഒരു പ്രശ്നമാണ്. അതിനെ നമ്മൾ ഒരു പറയുന്ന ഒരു മിതത്വത്തോടുകൂടി, ക്ഷമയോടുകൂടി കാണണം. അതെ, കുറച്ച് ക്ഷമിച്ച് സഹിച്ചും മാക്സിമം 2 മാസം ആൾക്കാർ ഇരിക്കുക, നോർമലാകും. നമ്മുടെ ഈ ലൈൻ കട്ട് ചെയ്യുന്നതിന് മുമ്പ് ഒരു കോംപ്ലിമെന്റ് കൂടി പറഞ്ഞു വിട്ടു. അങ്ങയുടെ ശബ്ദം
ഈ ബ്രോഡ്കാസ്റ്റിങ്ങിനും ടെലികാസ്റ്റിങ്ങിനും ഒക്കെ പറ്റിയ നല്ല ഗംഭീരമായ ശബ്ദമാണ് കേട്ടോ. ആശംസകൾ. ഓക്കെ ഓക്കെ, താങ്ക് യു സോ മച്ച്. പ്രിയപ്പെട്ടവരെ, മിസ്റ്റർ ആർ ഹരികുമാർ നമ്മോടൊപ്പം ചേർന്നു. നമുക്കിപ്പോൾ കുറച്ചുകൂടി ഒരു എനർജി കിട്ടിയതുപോലെയാണ്. ദുബായ് വാർത്തയിൽ വന്ന് അടുത്ത ദിവസം എന്തെങ്കിലും അദ്ദേഹം ആലോചിച്ചിട്ട് പ്രഖ്യാപിക്കും, കുറച്ചുപേരെ നാട്ടിൽ കൊണ്ടുപോകുന്ന ടിക്കറ്റ് തരും എന്നൊക്കെ ആയിരിക്കാം അദ്ദേഹം ഉദ്ദേശിച്ചതെന്ന് ഞങ്ങൾ ആ വരികൾക്കിടയിൽ വിട്ടുപോയിരിക്കുന്ന വാക്കുകൾക്കിടയിൽ പൂരിപ്പിച്ചെടുക്കുകയാണ്. അദ്ദേഹം ആലോചിക്കട്ടെ. അദ്ദേഹത്തെ പോലുള്ള നല്ല മനസ്സുള്ള ആളുകൾ ഇങ്ങനെ വരട്ടെ, ഓരോന്ന് ചെയ്തു കാണിക്കട്ടെ. അത് മറ്റുള്ളവർക്കെല്ലാം പ്രേരണയായിട്ട് മാറട്ടെ. മിസ്റ്റർ ആർ ഹരികുമാർ, എലൈറ്റ് ഗ്രൂപ്പ്, താങ്കൾ ഒരിക്കലും തളരില്ല. താങ്കളെ തളരാൻ താങ്കളുടെ ജീവനക്കാരും ഇത് കേട്ടുകൊണ്ടിരിക്കുന്നവരും കണ്ടുകൊണ്ടിരിക്കുന്നവരും അനുവദിക്കില്ല. താങ്കളുടെ മനസ്സ് അങ്ങനെയുള്ളതാണ് എന്നത് ഒരു സ്വാതന്ത്ര്യ സമര സേനാനിയുടെ മകന്, ഒരു കർഷകന്റെ മകന് ഇതൊക്കെ നാടിന് വേണ്ടി, മലയാളികൾക്ക് വേണ്ടി ചെയ്യുന്നത് അഭിമാനകരമായ സംഗതി തന്നെയാണ്. അമ്പലപ്പുഴ രാമകൃഷ്ണപിള്ള എന്ന നേതാജി സുഭാഷ് ചന്ദ്രബോസിന്റെ ആശയങ്ങളുമായി പൊരുത്തപ്പെട്ട് അദ്ദേഹത്തോടൊപ്പം പുറപ്പെട്ട ഒരു INA-യിൽ ചേർന്നിട്ട് തിരിച്ചു വന്ന് കർഷകനായി ജീവിച്ച അദ്ദേഹത്തിൻ്റെ മകനാണ് ഇപ്പോൾ സംസാരിച്ച ആർ ഹരികുമാർ, എലൈറ്റ് ഗ്രൂപ്പ്. ഇദ്ദേഹത്തെ ഇന്നിവിടെ ലൈവിൽ കൊണ്ടുവരാൻ വേണ്ടി സഹായിച്ച, ഇടപെട്ട, സംസാരിച്ച അഡ്വക്കേറ്റ് ഹാഷിക്കിനോടുള്ള നന്ദിയും ഞങ്ങൾ പ്രകാശിപ്പിക്കും. ഇന്നലെ ഞങ്ങൾ പറഞ്ഞു ഒരാളാണ് ക്രിട്ടിക്കലായി കിടക്കുന്നതെന്ന്. 2 പേരുടെ മരണം ഇപ്പോൾ റിപ്പോർട്ടായി വന്നിരിക്കുന്നു. 342 ആളുകൾ മരണമടഞ്ഞു. 342 ആളുകൾക്ക് പുതിയ രോഗബാധ, 2 പേർ മരണമടഞ്ഞു. 667 റിക്കവറി ഉണ്ടായി എന്നുള്ളത് ഏതാണ്ട് ഇരട്ടിയോളം റിക്കവറി ഉണ്ടായ ദിവസമാണെന്ന്. 342 കേസുകൾ, 667 റിക്കവറികൾ, 2 മരണം. 291 ആയിരിക്കുന്നു ആകെ മരണസംഖ്യ ഇന്നത്തെ 2ഓടുകൂടി. ഇപ്പോൾ 42,636 ആളുകളെ ഈ രോഗം തൊടാതെ ബാധിച്ചു പോയതിൽ 28,000-ലധികം ആളുകൾ റിക്കവർ ചെയ്തു പോയതിൽ ഇപ്പോൾ ഒരാൾ മാത്രമാണ് വീണ്ടും ക്രിട്ടിക്കൽ എന്ന് തിരിച്ചറിഞ്ഞ് ആശ്വസിക്കുക. ഇതാണ് UAE-യിൽ നിന്ന് വന്നിരിക്കുന്ന ഇന്നത്തെ കണക്ക്. മറ്റു ചില വാർത്തകളിലേക്ക് പോകുമ്പോൾ, ഇന്നിപ്പോൾ ഒരു എയർ ടിക്കറ്റ് സമ്മാനം നൽകാൻ വേണ്ടി മുന്നോട്ട് വന്നിരിക്കുന്നത് എമിറേറ്റ്സ് പ്രൊഫഷണൽ ബിസിനസ് സെൻ്ററാണ്. നിങ്ങൾക്ക് എയർ ടിക്കറ്റ് നാളെ സമ്മാനമായി കിട്ടാൻ വേണ്ടി നിങ്ങൾ ചെയ്യേണ്ടത് ഇപ്പോൾ തന്നെ നിങ്ങളുടെ പേരെഴുതുക. വലിയ പേരാണ്, തെറ്റിപ്പോകരുത്. എമിറേറ്റ്സ് പ്രൊഫഷണൽ ബിസിനസ് സെൻറ്റർ, തെറ്റുകൂടാതെ ഇപ്പോൾ തന്നെ എഴുതി അയയ്ക്കുക. ഞങ്ങളുടെ കമൻറ്റ് ബോക്സിൽ ഇടുക. നിങ്ങൾക്കൊരു ടിക്കറ്റ് നാളെ പ്രഖ്യാപിക്കാൻ ഞങ്ങൾ കരുതുകയാണ്. അതിൻ്റെ എമിറേറ്റ്സ് പ്രൊഫഷണൽ ബിസിനസ് സെൻറ്റർ വളരെ ഊർജ്ജസ്വലമായി കൂടുതൽ ജീവകാരുണ്യ പരിപാടികളുമായി മുന്നോട്ട് വരുന്നതിൻ്റെ ഭാഗമായിട്ടാണ് ഇങ്ങനൊരു കാര്യം ഏർപ്പാടാക്കിയിരിക്കുന്നത്. എമിറേറ്റ്സ് പ്രൊഫഷണൽ ബിസിനസ് സെൻറ്റർ എന്നെഴുതി നിങ്ങളുടെ പേരോടുകൂടി ഇപ്പോൾ തന്നെ അയയ്ക്കുക. ഈ ചാർട്ടേഡ് ഫ്ലൈറ്റുമായി ബന്ധപ്പെട്ട അനിശ്ചിതാവസ്ഥ ഞങ്ങൾ പല വിധത്തിൽ പരിശോധിച്ചു. ഒരുപാട് പേർ ഇപ്പോഴും കാശ് ചോദിച്ച് 500,000 വെച്ച് അഡ്വാൻസ് വാങ്ങുകയും ചെയ്യുന്നുണ്ട്. ഷാർജ ഇന്ത്യൻ അസോസിയേഷൻ ഞങ്ങളെ ഇന്ന് ഇങ്ങോട്ട് വിളിച്ചു പറഞ്ഞു, പ്രസിഡന്റ് മിസ്റ്റർ EP ജോൺസൺ വിളിച്ചു പറഞ്ഞു, ഞങ്ങൾ 990 നിന്ന് 950 ടിക്കറ്റ് നിരക്ക് കുറച്ചിട്ടുണ്ട്. 20 ഫ്ലൈറ്റിന് വേണ്ടിയുള്ള 1ാം ഘട്ടത്തിലെ 5 ഫ്ലൈറ്റിന് വേണ്ടി എല്ലാ ലിസ്റ്റും കോൺസുലേറ്റിൽ കൊടുത്തിട്ടുണ്ട്. മിക്കവാറും നാളെ അനുമതി വരുമെങ്കിൽ 3-4 ദിവസം കൊണ്ട് പുറപ്പെടാൻ തക്ക സാഹചര്യത്തിൽ, പരമാവധി 5 ദിവസം കൊണ്ട് പുറപ്പെടാൻ പറ്റിയ സാഹചര്യത്തിൽ കേരളത്തിലെ എല്ലാ എയർപോർട്ടുകളിലേക്കും ആദ്യത്തെ സെക്ഷനിൽ ഫ്ലൈറ്റുകൾ ഓപ്പറേറ്റ് ചെയ്യുന്ന വിധത്തിൽ അന്തിമാനുമതി കാത്തിരിക്കുകയാണ്. കോൺസുലേറ്റിൻ്റെ വെബ്സൈറ്റിൽ ഇതുവരെ അങ്ങനെയുള്ളതൊന്നും വന്നിട്ടുമില്ല. അപ്പോൾ ഈ കാശ് വാങ്ങുന്നവർ കബളിപ്പിക്കുകയാണോ? എന്താണ് ഇതിൻ്റെ സത്യാവസ്ഥ എന്ന് മനസ്സിലാക്കി വേണം ഓരോരുത്തരും കാശ് കൊടുക്കാൻ. അത്രയ്ക്ക് ബുദ്ധിമുട്ടുന്ന 750 ദിർഹത്തിൻ്റെ വന്ദേ ഭാരത് മിഷനിൽ പോകാൻ വേണ്ടി ചില ആളുകൾ 15 പേരിൽ നിന്ന് 50 വെച്ച് കടം വാങ്ങി പോകേണ്ടുന്ന സാഹചര്യത്തിലൂടെ കടന്നു പോകുന്ന നിത്യ യാഥാർത്ഥ്യം ഇവിടെ നമ്മുടെ മുന്നിലുള്ളപ്പോൾ നമ്മൾ ആരെങ്കിലും വിളിച്ചു പറയുന്നു ലിസ്റ്റ് ചോർന്ന് കിട്ടിയെന്ന് കരുതിയിട്ട് നമ്മുടെ പേര് വിളിച്ചു, നമ്മൾ രജിസ്റ്റർ ചെയ്തിട്ടുണ്ടോ, ഉണ്ട്, എങ്കിൽ കൊണ്ട് 500 അഡ്വാൻസ് അടയ്ക്കൂ, 3 ദിവസം കൊണ്ട് പോകാമെന്ന് പറയുന്ന ആ ഒരു രീതി നിങ്ങൾ ഉപേക്ഷിക്കണം ദയവ് ചെയ്ത്. അല്ലെങ്കിൽ നിങ്ങൾക്ക് അത്രയും ബോധ്യമുള്ള, ഞങ്ങൾ എപ്പോഴും പറയുന്നു, സംഘടനകളും ഓഫീസുകളും ഒക്കെ ആണെങ്കിൽ ആളുകളെ കബളിപ്പിച്ചിട്ട് അവർ കടന്നു കളയില്ല എന്ന കാര്യം, അവരുടെ ഓഫീസും പിന്നെ ഫോണും ഒക്കെ പ്രവർത്തിക്കും എന്നുള്ള കാര്യം മനസ്സിലാക്കിക്കൊണ്ട് നിങ്ങൾ ഓപ്പറേറ്റ് ചെയ്യണം. അല്ലാതെ ട്രാവൽ ഏജൻസിയാണെന്നൊക്കെ പറഞ്ഞ്
ചില ആളുകൾ വിളിക്കുന്നുണ്ട്. ട്രാവൽ ഏജൻസി ആണോ എന്ന് പോലും ഞങ്ങൾക്കറിയില്ല. ഒരു സ്ഥലത്ത് നമ്പർ, ഒരു അക്കൗണ്ട് നമ്പർ തരും. അക്കൗണ്ട് നമ്പർ ആർക്കും ഉണ്ടാക്കാം. കുറച്ച് ദിവസം കഴിഞ്ഞ് കുറേ ഫണ്ട് വരുമ്പോൾ, 4 ദിവസം കഴിയുമ്പോൾ അതും കൊണ്ട് കടന്നു കളഞ്ഞാൽ പിന്നെ ആരും ചോദ്യം ചെയ്യാനുണ്ടാവില്ല, ചോദ്യം ചെയ്യപ്പെടാനുണ്ടാവില്ല. ഈ കാര്യം മനസ്സിലാക്കി ഇതിലെ അനിശ്ചിതാവസ്ഥ എന്താണെന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട്, ആശയക്കുഴപ്പം തിരിച്ചറിഞ്ഞുകൊണ്ട് മുന്നോട്ട് പോകണം എന്ന് ഞങ്ങൾ ഓർമ്മിപ്പിക്കുകയാണ്. ഇപ്പോൾ ഷാർജ ഇന്ത്യൻ അസോസിയേഷന് വേണ്ടി സ്മാർട്ട് ട്രാവലാണ് നെഗോഷിയേറ്റ് ചെയ്ത് ഇങ്ങനെ ഒരു 950 ദിർഹത്തിൻ്റെ പരിധിയിൽ കൊണ്ടുവന്നിരിക്കുന്നത്. ഇനിയും നെഗോഷിയേഷൻ നടക്കട്ടെ. 900-ഓ 900-ന് താഴെ വരട്ടെ. ഒരുപക്ഷെ ഇങ്ങനെ പോയാൽ, മത്സരമൊന്ന് മൂർച്ഛിച്ചാൽ, കൂടുതൽ ഫ്ലൈറ്റുകൾ വരുമെന്ന സാഹചര്യം വന്നാൽ, ആളുകളൊക്കെ ഇതിൽ യാത്ര ചെയ്യേണ്ട സാഹചര്യം വന്നാൽ സ്വാഭാവികമായും കുറയും. അതിനുവേണ്ടി നമുക്ക് കാത്തിരിക്കാം എന്ന കാര്യം മനസ്സിലാക്കി മുന്നോട്ട് പോവുക. അബുദാബിയിൽ ട്രാവൽ നിയന്ത്രണം ഒരാഴ്ച കൂടി ദീർഘിപ്പിച്ചു. നാളെ മുതൽ, അതായത് ജൂൺ 16 മുതൽ ഒരാഴ്ചത്തേക്ക് അബുദാബി, അലൈൻ, ദഫ്ര ഈ റീജിയനകത്ത് തന്നെ പോകുന്നതിന് പ്രശ്നമുണ്ട്. പുറത്തേക്ക് കടക്കുന്നതിന് പ്രശ്നമുണ്ട്. മറ്റെമിറേറ്റിൽ നിന്ന് അബുദാബിയിലേക്ക് പോകുന്നതിന് പ്രശ്നമുണ്ട്. അല്ലാതെ ചില വൈറ്റൽ ഏരിയകളിൽ ജോലി ചെയ്യുന്നവർക്ക് പോകാം. പക്ഷേ ബന്ധപ്പെട്ട രേഖകൾ ഉണ്ടായിരിക്കണം. അത്യാവശ്യം ആശുപത്രി പോകുന്നവർക്ക് പോകാം അങ്ങോട്ടും ഇങ്ങോട്ടും എന്നല്ലാതെ മറ്റുള്ളവർ റീജിയൻ തിരിച്ചു പോകരുത്, മറിച്ച് പോകരുത് എന്ന കാര്യം ഓർപ്പിക്കുകയാണ്. UAE-യുടെ ചൊവ്വ ദൗത്യം, മാർസ് മിഷൻ, അതിൻ്റെ കൗണ്ട് ഡൗൺ ഇന്ന് ആരംഭിക്കുകയാണ്. 30 ദിവസത്തെ കൗണ്ട് ഡൗൺ. 30 ദിവസം കഴിയുമ്പോൾ ജപ്പാനിൽ നിന്ന് ഇത് പുറപ്പെടും. ജപ്പാനിലേക്ക് എത്തിച്ചത് തന്നെ ഒരു 83 മണിക്കൂർ സാഹസികമായിട്ടാണ് ഈ ഹോപ്പ് എന്ന് പറയുന്ന പേടകം അവിടെ എത്തിച്ചിരിക്കുന്നത്. എത്ര കിലോമീറ്റർ അപ്പുറത്താണ് ഈ ചൊവ്വ നിൽക്കുന്നതെന്നറിയാമല്ലോ. പലപ്പോഴും കണക്ക് നോക്കിയാൽ ഏറ്റവും രണ്ടാളുകളും, ഭൂമിയാണെങ്കിലും ഈ ചൊവ്വയാണെങ്കിലും സൂര്യനെ ഇങ്ങനെ എലിപ്റ്റിക്കൽ പാത്തിലൂടെ ചുറ്റിക്കൊണ്ടിരിക്കുകയാണ്. അത് അടുത്തടുത്ത് വരുന്നൊരു സമയം നോക്കി വേണം ഇദ്ദേഹം അവിടെ എത്താൻ. ഈ ഹോപ്പ് എന്ന് പറയുന്ന UAE-യുടെ മിഷൻ അവിടെ ചൊവ്വയിലെത്താൻ പുറപ്പെട്ട് ഇന്നും നാളെയും ഒന്നും എത്തില്ല. നമ്മുടെ ഏഷ്യയിലെ ആദ്യത്തെ ഒരു പേടകം ചൊവ്വയിലേക്ക് അയച്ചത് നമ്മുടെ ഇന്ത്യയാണ്. നമുക്ക് അഭിമാനിക്കാം. നാസയും അതുപോലെ റഷ്യയുടെ ഏജൻസിയും യൂറോപ്യൻ സ്പേസ് ഏജൻസിയും ഒക്കെ നേരത്തെ ചൊവ്വയിലേക്ക് ദൗത്യം നടത്തിയിട്ടുണ്ട്. പക്ഷെ അവരാരും ആദ്യം തൊടുത്ത് വിട്ടപ്പോൾ അങ്ങോട്ട് എത്തിയില്ല. ആകെ ഈ ഭൂമിയിൽ നിന്ന് ഒരു പേടകം ആദ്യത്തെ തൊടുത്ത് വിടലിൽ ചൊവ്വയിലെത്തിയത്, ചൊവ്വയുടെ ആ ഒരു ഓർബിറ്റിലെത്തിയത് നമ്മുടെ പേടകം മാത്രമാണ്. മംഗൾയാൻ മാത്രമാണ് എത്തിയിരിക്കുന്നത്. MOM എന്ന് പേരിട്ട് ഇന്ത്യ വിളിച്ച മാർസ് ഓർബിറ്റർ മിഷൻ എന്ന് പേരിട്ട് വിളിച്ച MOM, അത് മാത്രമേ ആദ്യത്തെ ശ്രമത്തിൽ അവിടെ എത്തിയിട്ടുള്ളൂ. UAE-യും ആദ്യ ശ്രമത്തിൽ അവിടെ എത്താൻ വേണ്ടിയുള്ള ഒരുക്കങ്ങൾ ജപ്പാന്റെ സഹായത്തോടു കൂടി നടത്തുകയാണ്. ഇത് പുറപ്പെട്ടാൽ ഈ ഭൂമിയും ചൊവ്വയുമൊക്കെ ഏറ്റവും അടുത്ത് വരുന്ന സമയം തന്നെ ഏതാണ്ട് 54 മില്യൺ കിലോമീറ്ററാണ് അകലം വരിക. അല്ലെങ്കിൽ 495 മില്യൺ. അതിനെ ഓടി ഈ 2 ഗ്രഹങ്ങളും സ്വാഭാവികമായി അടുത്തു വരുന്ന ചില സമയങ്ങളുണ്ട്. ആ സമയത്ത് അവിടെ എത്തിച്ചേരണം. അതിപ്പോൾ അടുത്ത മാസം ജൂലൈ 15-ാം തീയതി രാത്രി ജപ്പാനിൽ നിന്ന് പുറപ്പെട്ടാൽ ഈ പേടകം അമിത വേഗതയിൽ ഇത്രയും കിലോമീറ്ററുകൾ താണ്ടി അവിടെ എത്തുമ്പോൾ ഏതാണ്ട് 2021 ഏപ്രിലിന് മുമ്പുള്ള ഒരു സമയത്തായിരിക്കും എത്തുക. നമ്മൾ അന്ന് വിട്ടപ്പോൾ 298 ദിവസം എടുത്തിട്ടാണ് ചൊവ്വയുടെ പരിമിതിയിൽ നമ്മൾ എത്തിയത്. അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കണം, അത്രയും ദിവസമൊക്കെ സ്വാഭാവികമായിട്ട് ഇതിന് വരും. 2021 എന്ന് പറയുന്നത് UAE-യെ സംബന്ധിച്ചിടത്തോളം ലോകത്തിന് കൊടുക്കാൻ പറ്റിയ ഏറ്റവും പറ്റിയ ഒരു ഗിഫ്റ്റ് കൊടുക്കാൻ പറ്റിയ സമയമാണ്. കാരണം രാജ്യം UAE ആയിട്ട്, യുണൈറ്റഡ് അറബ് എമിറേറ്റ്സ് ആയിട്ട് 50 വർഷം തികയുകയാണ് 2021. അതുകൊണ്ട് തന്നെ ആ വർഷം ലോകത്തിന് സ്പേസ് സംബന്ധമായ, ടെക്നോളജി സംബന്ധമായ, ഭാവി തലമുറയ്ക്ക് ഗുണകരമായിട്ടുള്ള ഒരു സംഭാവനയായിട്ട് ഈ ഒരു ചൊവ്വ ദൗത്യം ഹോപ്പ് എന്നാണ് അതിന് പേരിട്ടിരിക്കുന്നത്. അത് കൊടുക്കാൻ തയ്യാറെടുത്തിരിക്കുകയാണ്. UAE-യുടെ വൈസ് പ്രസിഡന്റും പ്രധാനമന്ത്രിയും ദുബായ് ഭരണാധികാരിയുമായ ഹിസാൻ ഷെയ്ഖ് മുഹമ്മദ് വളരെ വ്യക്തമായ കാര്യം യുവതലമുറയോട് പറഞ്ഞിട്ടുണ്ട്. ഇത് നിങ്ങൾക്കുള്ള സമ്മാനമാണെന്ന്. ജൂലൈ 15-ന് രാത്രി UAE സമയം 12:51 ഇത് പുറപ്പെടുന്നത്. ജപ്പാൻ സമയം 5:51. അവിടുത്തെ ജപ്പാനിലെ ഒരു ദ്വീപിൽ നിന്നാണ് ഇത് കൊണ്ടുപോകുന്നത്. തനഗാഷിമ, ഹിരോഷിമ എന്നൊക്കെ പറയുന്ന പോലെ തനഗാഷിമ ദ്വീപിൽ നിന്നാണ് ഈ പേടകം തൊടുത്തുവിടുന്നത്. നമുക്ക് കാത്തിരിക്കാം. ഐതിഹാസികമായ ഒരു വിപ്ലവമാണ് ഉണ്ടാകാൻ പോകുന്നത് എന്ന് തിരിച്ചറിയണം. ഏതായാലും ഇന്ത്യ ഒരിക്കൽ പോയി, ഇനിയും പോകുന്നെന്ന് പറയുന്നു. അതിനുള്ള തയ്യാറെടുപ്പുകളും ഫണ്ടിങ്ങും ഒക്കെ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. 2013 നവംബർ 5-ന് പുറപ്പെട്ട പേടകം ISROയുടേത് 2014 സെപ്റ്റംബർ 24-നാണ് അവിടെ എത്തിയത്.
298 ദിവസം കഴിഞ്ഞിട്ടാണ് എത്തിയതെന്നുള്ള കാര്യം ഓർമ്മ വേണം. UAE ഉച്ചവിശ്രമ സമയം തൊഴിലാളികൾക്കുള്ളത് ഇന്ന് ആരംഭിച്ചിരിക്കുകയാണ്. കമ്പനികൾ വെറുതെ ഫൈൻ വാങ്ങി വെക്കരുത്. 5000 ദിർഹമാണ് പിഴ. ഒരാൾ പുറത്തുനിന്ന് ജോലി ചെയ്യുന്നത് കണ്ടാൽ ഉച്ചയ്ക്ക് 12:30 മുതൽ 3 മണി വരെ. അബുദാബിയിൽ 37 ഫുഡ് ഐറ്റംസിനും 12 മറ്റു പല വസ്തുക്കൾക്കും വില കുറച്ചുകൊണ്ട് മുനിസിപ്പാലിറ്റി ഉത്തരവായിട്ടുണ്ട്. 30% വരെയാണ് വിലക്കുറവ് വന്നിരിക്കുന്നത്. പാലും വെള്ളവും ചിക്കനും ബർഗറും അങ്ങനെയുള്ള അത്യാവശ്യ സാധനങ്ങളൊക്കെ അതിനകത്ത് വരും എന്ന കാര്യം മനസ്സിലാക്കിയിരിക്കുക. UAEയോട് നിർദ്ദേശം വെച്ചു, ഞങ്ങളുടെ ബഹിരാകാശ പദ്ധതിക്ക് വേണ്ടി അബുദാബിയിൽ ഒരു ഓഫീസ് തുറന്നിട്ട് അതിൻ്റെ ഒരു കേന്ദ്രം, ആഗോള കേന്ദ്രമായി അബുദാബി പ്രവർത്തിക്കണം. അത് അബുദാബി സമ്മതിക്കുകയും ഇന്നൊരു വെർച്വൽ മീറ്റിംഗിലൂടെ എഗ്രിമെൻ്റ് ഒപ്പിടുകയും ചെയ്തു. അപ്പോൾ UAE മൊത്തത്തിൽ ബഹിരാകാശ സംബന്ധമായ പ്രവർത്തനങ്ങൾക്ക് വലിയ ഊന്നൽ കൊടുക്കുകയാണെന്നുള്ളത് ബോധ്യമായിരിക്കുന്നു. UAE സ്പേസ് ഏജൻസിയാണ് ഇതിന് നേതൃത്വം കൊടുക്കുന്നത്. ഇന്നത്തെ മറ്റു ചില കാര്യങ്ങൾ പരിശോധിക്കുമ്പോൾ നമ്മൾ ഓരോ രാജ്യങ്ങളെ പരിചയപ്പെടുത്തുന്നുണ്ടല്ലോ. ജപ്പാന്റെ കാര്യം പറഞ്ഞാൽ 126 മില്യൺ ജനസംഖ്യയുള്ള ജപ്പാൻ ഇപ്പോൾ ഒരു സേഫ് സോണിലാണ് കൊറോണ ബാധയുമായി ബന്ധപ്പെട്ട്. 17,429 കേസുകൾ. മൊത്തം പരിശോധിച്ചത് 3,40,000 ആളുകളെയാണ്. അതിൽ 17,000 പേർ ആളുകൾക്ക് രോഗബാധയുണ്ടായി. 925 പേർ മരിച്ചു പോവുകയും ചെയ്തു. പക്ഷേ ഇപ്പോൾ കേസുകൾ റിപ്പോർട്ട് ചെയ്യപ്പെടാൻ സാഹചര്യമാണ്. എങ്കിലും 73 പേർ ക്രിട്ടിക്കലായി കഴിയുന്നുണ്ട്. 861 പേർക്ക് ഇപ്പോഴും രോഗബാധയുണ്ട്. കൂടുതലായിട്ട് അധികം വരുന്നില്ല എന്ന ആശ്വാസം ജപ്പാൻ പുലർത്തുകയാണ്. ജപ്പാൻ എല്ലാ കാര്യത്തിലും ശ്രദ്ധിക്കേണ്ടത്, ആളൊരു ജപ്പാനാണെന്നൊക്കെ ചില ആളുകളെ കുറിച്ച് പറയുന്നത് പോലെ വളരെ സ്മാർട്ടാണ് ജപ്പാൻ. ജപ്പാൻ ആരോഗ്യത്തിന് വളരെ പ്രാധാന്യം കൊടുക്കുന്ന രാജ്യമാണ്. ആളുകളുടെ ആയുസ്സിൻ്റെ ദൈർഘ്യം ഏറ്റവും കൂടുതലുള്ള രാജ്യങ്ങളിലൊന്നാണ്. അത്രയും സൂക്ഷ്മമായിട്ടുള്ള നല്ല ആഹാരം കഴിച്ച് ജീവിക്കുന്ന ആളുകളാണ് എന്നുള്ളതാണ് അതിൻ്റെ പ്രത്യേകത. ആ രാജ്യത്തിൻ്റെ കണക്കാണ് ഈ സൂചിപ്പിച്ചത്. ഇപ്പോൾ സൗദി അറേബ്യ ഇന്ന് സൂചിപ്പിക്കുന്നത് 1000 മരണം കടന്നു എന്ന നമ്പറാണ്. അതിൽ തന്നെ 147 ഇന്ത്യക്കാർ, അതിൽ 47ഓളം 167 ഇന്ത്യക്കാർ, അതിൽ 47 പേർ മലയാളികളാണ് സൗദി അറേബ്യയിൽ മരണമടഞ്ഞിരിക്കുന്നത്. മൊത്തം മരണസംഖ്യ 1011ആണ്. ഇന്ന് മാത്രം 39 പേർ മരിച്ചു. ഖത്തറിൽ 3 പേർ ഇന്ന് മരിച്ചു. UAEയിൽ 2 പേർ മരിച്ച കാര്യം പറഞ്ഞല്ലോ. കുവൈറ്റിലും 2 പേർ മരിച്ചു. കുവൈറ്റിൽ ഇപ്പോൾ 298 ആളുകൾ മൊത്തം മരിച്ചു. UAEയിലാണെങ്കിൽ 291 ആയിരിക്കുന്നു മരണസംഖ്യ. ഇപ്പോൾ 7ന്റെ വ്യത്യാസത്തിൽ കുവൈറ്റ് മരണസംഖ്യയിൽ മുന്നിൽ നിൽക്കുകയാണ്. ഒമാനിൽ 4ഉം അതുപോലെ ബഹറിലും 4 പേർ മരിച്ചതായി റിപ്പോർട്ട് വരികയാണ്. ഇപ്പോൾ ലോകം മൊത്തം കണക്ക് പരിശോധിച്ചാൽ 3.456 മില്യൺ ആളുകൾ ആശുപത്രികളിലോ ഐസൊലേഷൻ കേന്ദ്രങ്ങളിലോ ആണ്. ബാക്കിയുള്ളവരൊക്കെ സുഖപ്പെട്ടു പോയി. ഈ 3.45 മില്യൺ ആളുകൾ, അതിൽ 54,000-ലധികം ആളുകൾ ക്രിട്ടിക്കൽ സിറ്റുവേഷനിൽ മരണത്തോട് മല്ലടിച്ചുകൊണ്ട് കിടക്കുകയാണ്. അതുകൂടി മരണസംഖ്യയിൽ എഴുതി ചേർക്കപ്പെടുമോ എന്ന് ശാസ്ത്രലോകം പേടിച്ചിരിക്കുന്ന സമയമാണ്. ഇന്ത്യയിൽ അങ്ങനെ കിടക്കുന്നത് 9,000-ഓളം ആളുകളാണ് ഇപ്പോൾ അങ്ങനെ കിടക്കുന്നത്. 9,896 ആളുകൾ ഇതിനകം മരിച്ചു പോയിരിക്കുന്നു. ഇന്ന് മാത്രം 9,500 ആളുകൾക്ക് രോഗബാധ വന്നിട്ടുണ്ട്. ഇന്ന് മാത്രം 376 പേർ മരിച്ചിട്ടുണ്ട്. കേരളത്തിൽ നിന്ന് 82 പേർക്കാണ് രോഗബാധ വന്നിരിക്കുന്നത്. മൊത്തം മരണസംഖ്യ 20ആയി കേരളത്തിൽ ഉയർന്നിരിക്കുന്നു. കഴിഞ്ഞ ദിവസം മരിച്ച ഒരാൾക്ക് കോവിഡ് ആയിരുന്നു എന്ന് പിന്നീട് തെളിഞ്ഞിരിക്കുകയാണ്. 49 പേർ ഈ 82-ൽ വിദേശ രാജ്യങ്ങളിൽ നിന്ന് വന്നവരാണ്. അതിൽ ഏറ്റവും കൂടുതൽ പോയിരിക്കുന്നത് UAE നിന്നാണ് 19 പേർ, പിന്നെ കുവൈറ്റിൽ നിന്ന് 12 പേർ, സൗദിയിൽ നിന്ന് 9 പേർ, ഒമാനിൽ നിന്ന് 2 പേർ, ഖത്തറിൽ നിന്ന് 5 പേർ. ഇങ്ങനെയൊക്കെയാണ് ഈ പറയപ്പെടുന്ന 49 എന്ന അക്കത്തിൻ്റെ സംഭാവനയായി വന്നിരിക്കുന്നത്. ഒരു കാര്യം കൂടി സൂചിപ്പിച്ച് അവസാനിപ്പിക്കാം. നേരത്തെ പറഞ്ഞൊരു കാര്യം, എയർ ടിക്കറ്റ് സമ്മാനമായി കിട്ടാൻ എമിറേറ്റ്സ് പ്രൊഫഷണൽ ബിസിനസ് സെൻറ്റർ എന്നെഴുതി നിങ്ങളുടെ പേരോടുകൂടി ഇപ്പോൾ തന്നെ കമൻറ്റ് ബോക്സിലിടുക. മറ്റൊരു കാര്യം പറയാനുള്ളത്, ഇന്ന് ഈ ബോർഡിൽ ശ്രദ്ധിച്ചിട്ടുണ്ടാവും നിങ്ങൾ, റാസൽ ഖൈമയിൽ നിന്നുള്ള ഒരു സൂപ്പർ മാർക്കറ്റ്. ഒരു പ്രത്യേകതയുണ്ട് ഈ ചെറുപ്പക്കാർക്ക്. ഇത് നടത്തുന്ന മലയാളി ചെറുപ്പക്കാർ ഒരു പുതിയ സ്ട്രാറ്റജി ഉണ്ടാക്കിയിട്ട് അറബികളെ പോലും അത്ഭുതപ്പെടുത്തിക്കൊണ്ട് റാസൽ ഖൈമ എന്ന എമിറേറ്റിൽ പ്രവർത്തിക്കുന്നതായതുകൊണ്ട് ഇത്രയും പ്രാധാന്യത്തിൽ സൂചിപ്പിക്കുകയാണ്. ദാറസ്സലാം സൂപ്പർ മാർക്കറ്റും ആ ജൽ ട്രേഡിങ്ങും. ഇതിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, റാക്ക് കോപ്പറേറ്റീവിൻ്റെ സ്ട്രാറ്റജിക് പാർട്ട്ണറായി കഴിഞ്ഞ 6-7 വർഷം കൊണ്ട് ഉദിച്ചുയരാൻ ഈ ദാറസ്സലാമിന് കഴിഞ്ഞു. മാത്രമല്ല, കോർഡിനേഷനിലുള്ള റാക്ക് കോപ്പറേറ്റീവിൻ്റെ ഹെഡ് ഓഫീസിലിരിക്കുന്ന സൂപ്പർ മാർക്കറ്റ് ഓപ്പറേറ്റ് ചെയ്യുന്നവരാണ് എന്ന് മാത്രമല്ല, അവിടെ ചെല്ലുന്നതിന് ഒരു സാധനം, ഒരു വെള്ളം വാങ്ങാൻ വേണ്ടി ഒരാൾ കടന്നാലും ഹോൾസെയിൽ വിലയ്ക്കാണ് ഇപ്പോൾ കൊടുത്തുകൊണ്ടിരിക്കുന്നത് എന്ന ആനുകൂല്യം റാസൽ ഖൈമക്കാർക്കുണ്ട്. മാത്രമല്ല, റാസൽ ഖൈമയിൽ എവിടെയും ഏത് മുക്കിലും മൂലയിലും വളരെ ഹോൾസെയിൽ വിലയ്ക്ക്
എന്ത് സാധനം, ഗ്രോസറിക്ക് വേണ്ടതും കഫ്റ്റീരിയയ്ക്ക് വേണ്ടതും റെസ്റ്റോറൻറ്റിന് വേണ്ടതുമായിട്ടുള്ള സാധനങ്ങൾ ദാറസ്സലാം എത്തിച്ചു കൊടുക്കുന്നുണ്ട്. ഒരു സംഘം ചെറുപ്പക്കാരുടെ, മലയാളി ചെറുപ്പക്കാരുടെ ആത്മാർപ്പണമാണ് ഇതിൻ്റെ പിന്നിൽ, വിജയത്തിൻ്റെ പിന്നിൽ വന്നിരിക്കുന്നത്. നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു ഗ്രോസറിയോ കഫ്റ്റീരിയോ റെസ്റ്റോറൻറ്റോ സൂപ്പർ മാർക്കറ്റോ റാസൽ ഖൈമയിൽ എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ 10-ലധികം വാഹനങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് അത്യാവശ്യ സാധനങ്ങൾ ഹോൾസെയിൽ വിലയ്ക്ക് നിങ്ങൾക്ക് എത്തിച്ചു തരും. റാസൽ ഖൈമക്കാർ മാത്രം അതിനുവേണ്ടി വിളിക്കേണ്ട ഒരു നമ്പർ തരാം, 056-412-3306. ഇതൊരു മലയാളിയുടെ വിജയകഥ എന്നൊക്കെ എഴുതേണ്ടുന്ന ഒരു അധ്യായമായതുകൊണ്ടാണ് ഇത്രയും പ്രാധാന്യത്തിൽ പറഞ്ഞത്. ഈ സമയത്ത് ഇങ്ങനെ ബിസിനസ് നല്ല രീതിയിൽ പുതിയ സ്ട്രാറ്റജിയുമായി വീണ്ടും വലിയ വിഷനോടുകൂടി പോകുക എന്ന് പറയുന്നത് തന്നെ വളരെ പോസിറ്റീവായിട്ടുള്ള കാര്യമാണ്. ജീവിതത്തിൽ അങ്ങനെയുള്ളവർക്ക് വിജയമുണ്ടാകും. ഇപ്പോഴാണ് കൂടുതലായിട്ട് എന്തെങ്കിലുമൊക്കെ ചെയ്തുകൊണ്ട് കൂടുതൽ വ്യാപ്തിയിലേക്ക് പോകാൻ പറ്റുമോ എന്നാലോചിക്കേണ്ട സമയമെന്ന് ദാറസ്സലാം ഓർമ്മിപ്പിക്കുന്നു. ആളുകൾക്ക് ഇപ്പോൾ റീറ്റെയിൽ വിലയേക്കാൾ ഹോൾസെയിൽ വിലയ്ക്ക് സാധനം കിട്ടുന്ന സംരംഭങ്ങൾ ആവശ്യമാണെന്ന് ഞങ്ങൾ പലവട്ടം പറഞ്ഞിട്ടുണ്ട്. അതിൻ്റെ തുടർച്ചയാണ് ദാറസ്സലാം റാസൽ ഖൈമ എന്ന അഭിമാനത്തോടു കൂടി ഓർമ്മിപ്പിക്കുന്നു. ഇന്നാദ്യം നമ്മോട് സംസാരിച്ച എലൈറ്റ് ഗ്രൂപ്പിൻ്റെ ആർ ഹരികുമാർ അടുത്ത ദിവസങ്ങളിൽ ആശ്വാസമെത്തിക്കുന്ന പുതിയ തീരുമാനവും വാർത്തയും ദുബായ് വാർത്തയിലൂടെ അറിയിക്കട്ടെ എന്ന് ആശംസിച്ചും പ്രാർത്ഥിച്ചും കൊണ്ടാണ് ഇന്നത്തെ ദുബായ് വാർത്തയുടെ ജൂൺ 15 നൈറ്റ് അപ്ഡേറ്റ്സ് സമാപിക്കുന്നത്. ദുബായിൽ അല്ലെങ്കിൽ UAE മൊത്തത്തിൽ ഒരാൾ മാത്രമേ ഇപ്പോൾ ക്രിട്ടിക്കലുള്ളൂ എന്നുള്ളത് ആശ്വാസകരമായ കാര്യമാണെന്ന് ഉറച്ചു വിശ്വസിച്ചുകൊണ്ട് ഈ മണ്ണിൽ പഴയതുപോലെ എല്ലാം തിരിച്ചു വരികയാണ് എന്ന അഭിമാനത്തോടു കൂടി ശാന്തമായി ഉറങ്ങുക എന്ന് സൂചിപ്പിച്ചുകൊണ്ട് ഇന്നത്തെ നൈറ്റ് അപ്ഡേറ്റ്സ് നിർത്തുന്നു. നന്ദി, നമസ്കാരം.